ഉദയശ്രീനടയിൽ ഉയരുമീ മലയിൽ ചിറകു വീശി ചിരികൾ പൂക്കും ഹൃദയമുണരുകയായി കസവുടുക്കും കനവുകൾ തൻ കവിതയല്ലോ ഗേഹം ശ്രീ തുളുമ്പി നീട്ടും ഗമനിഗമം മകളധികമാനീ സരിഗരി നിരഗ ഗമമണി ഗമമണി നിജ ഗമമണി നിജ സരി ഗമമണി നിജ സരി ഹലോ, താനിവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. താൻ വന്നേ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വാ. ജസ്റ്റ് എ മിനിറ്റ്. ഇന്ന് രാവിലെ ആ ഉണ്ണികൃഷ്ണൻ വന്നിരുന്നു ബാങ്കില്. കരച്ചിലും പിഴിച്ചിലും. കാണുന്നവരെന്ത് വിചാരിക്കും? ഞാനെന്തോ വലിയ പാതകം ചെയ്ത പോലെ. പിന്നെ ഇപ്പോ മന്ത്രിക്ക് നിവേദനം കൊടുത്തു. നാളെ അവൻ രാഷ്ട്രപതിക്ക് എഴുതും. എപ്പോഴും ആ നിവേദനം തന്റെ കയ്യിൽ തന്നെ കിട്ടണമെന്നില്ലല്ലോ. ശല്യം ഒന്ന് ഒതുക്കാൻ ഞാൻ ചിന്തിച്ചപ്പോ ഒരു വഴിയേ കാണുന്നുള്ളൂ. അത് താനാ. താൻ മനസ്സ് വെച്ചാലേ അത് നടക്കൂ. അതെനിക്ക് ഉറപ്പാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? അച്ചായൻ പറ. അവന്റെ പേരില് വല്ല വകുപ്പും ചുമത്തി ഒരു പെറ്റി കേസ് ചാർജ് ചെയ്യാൻ പറ്റുമോ എനിക്ക്? പോലീസ് കേസ് എന്നെല്ലാം കാട്ടി വിരട്ടി നിർത്തിയാൽ അവൻ ഒതുങ്ങിക്കോളും. ഗൾഫിലേക്ക് തിരിച്ചു പോകാനുള്ളതായതുകൊണ്ട് കഴിയുന്നത്ര ഇത്തരം കേസിൽ നിന്ന് രക്ഷപ്പെടാനേ അവൻ നോക്കും. മതി, അത് മതി. അതിനേത് വകുപ്പ് ചുമത്താമെന്നാ ഞാൻ ആലോചിക്കുന്നത്. മന്ത്രവാദിയെ ഉറുക്കി കെട്ടാൻ പഠിപ്പിക്കണോടോ. തന്റെ തലയിൽ എന്താ തോന്നുന്നു വെച്ചാ ചെയ്യേ. എന്റെ സ്റ്റൈല് വെട്ടൊന്ന് തുണ്ടൻ രണ്ടാണെന്ന് അച്ചായൻ അറിയാമല്ലോ. പക്ഷെ ആ അപ്രോച്ച് ഇക്കാര്യത്തിൽ ശരിയാവുന്ന വേണ്ട. ഞാനൊരു കാര്യം പറയാം. ഇന്ന് കാലത്ത് ഞാൻ അറിഞ്ഞതാ. അവനും അമ്മാവനും തമ്മിലൊന്ന് ഇടഞ്ഞിരിക്കുക. അമ്മാവൻ വിചാരിച്ച പോലെ മോളെ എന്നെ കൊണ്ട് കെട്ടാൻ പറ്റത്തില്ലെന്ന് അവൻ പറഞ്ഞു പോലും. ഈ ഒരു ടേണിംഗ് പോയിന്റ് നമുക്ക് നന്നായി ക്യാഷ് ചെയ്തൂടെന്നാ. ആ പെണ്ണിനെ ഒന്ന് വിരട്ടി ഒരു റേപ്പ് അറ്റംപ്റ്റിന് ഉണ്ണി ശ്രമിച്ചു എന്നോ മറ്റോ ഒരു കംപ്ലൈന്റ് എഴുതി വാങ്ങിച്ചാലോന്നാ. നടക്കുന്ന കാര്യമാണോ? ഈ വിൻസെന്റ് ക്രൂസിന്റെ ബുക്കിൽ അസാധ്യമെന്നൊരു വാക്കില്ല മിസ്റ്റർ രാംകുമാർ. ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. മോൾ ഇവിടെ നിൽക്ക്, ഞാൻ ഒന്ന് കൗണ്ടറിൽ പോയി അന്വേഷിച്ചിട്ട് വരാം. കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. സംശയമൊന്നുമില്ലല്ലോ. ഏയ്, കൃഷ്ണൻകുട്ടി ഓട്ടോ ആക്സിഡന്റ് പെട്ട ആശുപത്രിയില്ല. ഉണ്ണികൃഷ്ണ പറഞ്ഞത് ശ്രീദേവി മോളെ കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ എന്ന് തന്നെ ഞാൻ കാച്ചി. ഞാൻ ഉണ്ണിയുടെ ബാങ്ക് മാനേജർ. കൃഷ്ണൻകുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുക. പേടിക്കാനൊന്നുമില്ലെന്നേ. ഒരു ചെറിയ സ്കാനിങ് വേണമെന്ന് പറഞ്ഞു. ഉണ്ണിയും കൂടെ പോയിട്ടുണ്ട്. എനിക്കൊന്ന് കാണണം കൃഷ്ണൻകുട്ടിയേട്ടനെ. അതിനെന്താ, നമുക്ക് പോവാം മെഡിക്കൽ കോളേജിലേക്ക്. മോള് കയറിക്കോ. വിവാഹത്തിന് ഞാൻ സമ്മതിക്കായികയാലുള്ള വിരോധം നിമിത്തം
ശ്രീ ഉണ്ണികൃഷ്ണൻ എന്നെ ദ്രോഹിക്കണമെന്ന ഉദ്ദേശത്താൽ തന്നെ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണിതെന്ന് എനിക്ക് മനസ്സിലായില്ല. ജ്യേഷ്ഠനോടുള്ള പരിഗണന നൽകിയാണ് ഞാൻ ഉണ്ണികൃഷ്ണൻ വിളിച്ചപ്പോ പോയത്. അവിടെ വെച്ച് മിസ്റ്റർ ഉണ്ണികൃഷ്ണനെ കൊള്ളാം കൊള്ളാം. മതി. ഈ ഒരു കംപ്ലൈന്റ് വെച്ച് ചുരുങ്ങിയത് 4-5 കൊല്ലം അവനെ അകത്താക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. പിന്നെ അവൻ തിരിച്ചു വരുമ്പോ അവൻ എത്ര എല്ല് ബാക്കി ഉണ്ടാവണമെന്ന് അച്ഛനെന്ന് പറഞ്ഞേച്ചാ മതി. എനിക്കറിയാൻ താനത് ചെയ്യുമെന്ന്. താനത് ചെയ്യും. കുട്ടപ്പായി, അവളുടെ കെട്ടഴിച്ചു വിട്. മോളെ, നിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യത്തില്ല. ഇനി ഒപ്പിട്. ഇവിടെ ഇനി മതി സാർ. ആ കൊച്ചൊപ്പിട്ട് വന്നല്ലോ. എന്റെ കുട്ടപ്പായി, കൽക്കണ്ടത്തിന് എന്നും മധുരം തന്നെ. അത് വെറുതെ അങ്ങ് വലിച്ചെറിയാൻ പറ്റുമോ? കോളേജിൽ നിന്ന് അവൾ എങ്ങോട്ടും ഇറങ്ങി പോകുന്ന കണ്ടവരുണ്ട്. ആരോ ഒന്ന് വിളിച്ചോണ്ട് പോയതാണെന്നോ അതല്ല അവൾ കരഞ്ഞുകൊണ്ട് സ്വയം ഇറങ്ങിപ്പോയതാണെന്നോ ഒക്കെ പറയുന്നുണ്ട്. എന്റെ മോള് വല്ല അവിവേകം കാണിക്കുമെന്ന് എന്റെ പേടി. അവളുടെ മനസ്സിലെ മോഹം തല്ലിക്കെടുത്തിട്ട് പോയില്ലേ കാലമാണ്. അവൻ എന്റെ മോളെ കൊലയ്ക്ക് കൊടുത്തോ ദൈവങ്ങളെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ല, ഈ ഉണ്ണികൃഷ്ണൻ എവിടെയാണെന്ന് ആരെങ്കിലും തിരക്കോ? അന്വേഷിച്ചിട്ട് എന്തിനാ? ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ പുകയുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കട്ടെ. വാ വാ. ദേവി, ദേവി, എന്റെ മോളെ, എന്റെ മോളെ, എന്റെ മോളെ, എന്റെ മോളെ. സമാധാനമായിരിക്കും. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. അതെ, ഇനി എന്ത് അന്വേഷിക്കാനാ സാറേ? എന്റെ മോളെ, അവൻ അവളെ കൊന്നു. ആ ദുഷ്ടൻ ഒന്നുകിൽ അവൻ അവളെ കൊന്നു, അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്തു. രണ്ടായാലും കാരണം അവനാ.
ആരെയാ നിങ്ങൾക്ക് സംശയം? അവൻ ആ ഉണ്ണികൃഷ്ണൻ. ഓ, അവൻ ഇവിടെ കല്യാണം കഴിക്കാതിരുന്ന കൈയൊഴിഞ്ഞു സാറേ. അവനതിനെല്ലാം കാരണം സാറേ. ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. ഞാൻ പറയുന്നത് കേൾക്കണം. ചേച്ചി, അവനെ ഇറങ്ങിക്കൊണ്ടുവരൂ. എന്തായി ഒരുക്കങ്ങൾ? എന്തൊരുക്കം നടത്താനാ? ഒരു നുള്ളു മണ്ണ് പോലും സ്വന്തമില്ലാത്തവർക്ക് ഇനി എന്തൊരുക്കാൻ? ശവദാഹോടാ തറവാട്ടിലാണോ? ഇതേവരെ അവിടെ നിന്ന് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അവിടുത്തെ കാര്യം പിന്നെങ്ങനെ? അനാഥ പ്രേതങ്ങൾക്ക് അവസാനം പൊതു ശ്മശാനം തന്നെയല്ലേ വിധി? വേണ്ട, ഇവിടെ ആരുമില്ല അനാഥരായിട്ട്. തറവാടും പാരമ്പര്യം ഒന്നുമില്ലെങ്കിലും ഇത്തിരി മണ്ണ് എനിക്കുണ്ട്. അവിടെ അടക്കാമേ. ചേച്ചി, നമ്മുടെ അമ്മ. അമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ. ഉണ്ണി, എഴുന്നേക്ക് വാ. വാടാ. മണ്ണിൽ നിന്ന് വരുന്നു, മണ്ണിലേക്ക് പോകുന്നു. സോഷ്യലിസം പ്രസംഗിക്കാൻ കൊള്ളാം, പക്ഷേ നഷ്ടങ്ങളായിരുന്നെത്തും. എങ്ങനെ ജീവിച്ചൊരമ്മയത് ഒടുവിൽ സ്വന്തമായിട്ടൊരു പിടി മണ്ണ് പോലും അന്ത്യവിശ്രമത്തിനില്ലാതെ. നിങ്ങളില്ലായിരുന്നെങ്കിൽ ആ അമ്മയ്ക്കും ഇത് പൊതു ശ്മശാനമാകുമായിരുന്നു. ദരിദ്രവാസികളായ എൻ്റെ അച്ഛനെയും അമ്മയും പോലെ. വിധിയെ പഴിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഉണ്ണിയുടെ ഈ വിധി ഇനി വേറെ ആർക്കും ഉണ്ടായിരുന്നു. ഇതിപ്പോ നമ്മൾ അറിയുന്ന ഉണ്ണി
നമ്മളറിയാത്ത എത്ര ഉണ്ണിമാർ ഇതിനകം നശിച്ചു കഴിഞ്ഞു. ശ്രീദേവിയുടെ മരണം, ഉണ്ണിയുടെ അറസ്റ്റ്, എല്ലാത്തിനും പിറകിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അന്വേഷിക്കണം. ഉണ്ണിയെ നശിപ്പിച്ചതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ് മാറി. പക്ഷേ ഇതിനോട് യുദ്ധം ചെയ്യണമെങ്കിൽ നമുക്ക് പണം വേണം. വാരിയെറിയാൻ പണം, മണി പവർ.